बीएमएस के सभी सम्मानित पदाधिकारी और आज राज्य भर से इस कन्वेंशन में पधारी मेरी कर्मठ बहनों को इस पुण्य भूमि पर मैं प्रणाम करती हूँ। आप सबका वंदन एवं अभिनंदन करती हूँ। സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ അധ്യക്ഷം വഹിക്കുന്ന അധ്യക്ഷ, അതുപോലെ BMSന്റെ ഉണ്ണികൃഷ്ണൻ, BMSന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സുരേന്ദ്രജി, അതുപോലെ BMSന്റെ പ്രധാനപ്പെട്ട വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ, ഈ പ്രിയപ്പെട്ട ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവർക്കും ഈ പുണ്യഭൂമിയിൽ എൻ്റെ आज रहूं या अमेठी में रहूं, जहां भी वायनाड की इतनी चिंता करती हूं कि मैंने वायनाड में 250 नए आंगनबाड़ी को सक्षम आंगनबाड़ी बनाने का निर्णय लिया है। ഞാൻ ഡൽഹിയിലിരുന്നാലും അമേഠിയിലിരുന്നാലും ഞാൻ വയനാടിനെ കുറിച്ച് चुनौती रहेगी कि बहन बोलेगी हिंदी में, भाई ट्रांसलेट करेंगे। बीएमएस की यही विशेषता है, हमारी भाषा अनेक हो, संकल्प मात्र एक है कि भारत का उत्थान हो और भारत विश्व स्तर पर सबसे अहम भूमिका में विश्व कल्याण के लिए समर्पित रहे। किस समर्पित भावना के साथ सेवा दी है, उसे आलंकृत करने के लिए कोई आंकड़ा विशेष दूं तो ये पर्याप्त होगा कि साल 2006 से लेकर 2013 तक मात्र मेरे विभाग के माध्यम से कांग्रेस नीति यूपीएस की सरकार ने केवल സർക്കാരിന്റെ സമീപനത്തെ സംബന്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവർ എത്രത്തോളം അക്കാര്യത്തിൽ താല്പര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2006 മുതൽ 2013 വരെയുള്ള UPA സർക്കാർ കൊടുത്തത് ഈ 1000 കോടിയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായി ഈ മേഖലയ്ക്ക് കേന്ദ്ര ഗവൺമെന്റ് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് 3000 കോടിയാണ്. അതുകൊണ്ട് എത്രത്തോളം ഈ കാര്യത്തിൽ സർക്കാരിന് താല്പര്യമുണ്ട് എന്നത് ഈ ഒറ്റ സംഭവം കൊണ്ട് വ്യക്തമാണ്. आंगनबाड़ी की इस व्यवस्था के अंतर्गत आज पूरे राज्य में गर्भवती माताएं, बहनें और 6 साल ഇന്നിപ്പോ ഗർഭവതികളായ മഹിളകളടക്കം वर्तमान में केरल राज्य में 33,000 आंगनबाड़ी को ऑपरेशनलाइज किया। ये व्यवस्था, इस व्यवस्था को कैसे सुदृढ़ करना, 13% वैकेंसीज को कैसे भरना, इसका निवेदन मैं 3 हफ्ते पहले ही संबंधित मंत्री से केरल सरकार में कर चुकी हूँ। मेरी अब अभिलाषा है कि निश्चित रूप से मेरे इस निवेदन को BMS भी उठाएगी ताकि वैकेंसी पोजीशन को भर के केरल राज्य में आंगनबाड़ी में सुपरवाइजर की भूमिका से हमारी बहनें, राज्य की गर्भवती माताओं, बहनें और 6 साल से कम उम्र के बच्चों की सेवा निश्चित रूप से दे पाएंगे। ഞാൻ കേരളത്തിലെ സർക്കാരിനോട് ഈ കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഈ അംഗൻവാടികളിൽ 30% വരുന്ന സൂപ്പർവൈസർമാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്തേണ്ടതാണ്. അങ്ങനെ നികത്തുന്ന പക്ഷം 6 മാസം വരെ പ്രായമുള്ള കുട്ടികളുടെ കാര്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റുമൊക്കെയുള്ള ഈ അംഗൻവാടിയുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിന് തീർച്ചയായും ഈ 30% സൂപ്പർവൈസർ പോസ്റ്റുകൾ കേരളത്തിൽ ഒഴിവ് നിൽക്കുന്നത് വളരെ ദോഷകരമായ ഒരു കാര്യമാണ്. അത് നികത്താൻ ഞാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. हमारी ये कोशिश है कि समन्वय से चलने वाली भारत सरकार में आंगनबाड़ी व्यवस्था को सुदृढ़ करने के लिए जहां जहां नई आंगनबाड़ी का निर्माण करना है, वहां वहां मनरेगा के माध्यम से लेबर को जोड़ने का हमने केरल की सरकार को निर्देश दिया है। वर्तमान में 140 नई आंगनबाड़ी की कंस्ट्रक्शन के लिए मनरेगा के माध्यम से लेबर का इस्तेमाल हो, ऐसा निवेदन हमने प्रदेश की सरकार को किया है। निश्चित रूप से BMS की हमारी बहनें इस विषय को आगे लेकर जाएंगी ताकि मनरेगा से संबद्ध जो महिलाएं हैं वो अपने ही समाज के आंगनबाड़ी के निर्माण में प्रखर रूप से योगदान दे पाएंगे. അംഗൻവാടിയുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ മനരേഗയുടെ സഹായം തേടിക്കൊണ്ട് ഏതാണ്ട് 140 അംഗൻവാടികളുടെ പുതിയ അംഗൻവാടികളുടെ നിർമ്മാണത്തിന് കേരളത്തിലെ സർക്കാരിന് ഇപ്പോൾ നടക്കുകയാണ്.
ഇതിൽ തീർച്ചയായും എവിടെയൊക്കെയാണോ അംഗൻവാടിയുടെ ആവശ്യമുള്ളതായി തോന്നുന്നത് അവിടെയെല്ലാം മൻരേഗയുടെ സഹായത്തോടു കൂടി ഈ അംഗൻവാടികൾ നിർമ്മിക്കുന്നതിന് ഈ സർക്കാർ എപ്പോഴും പ്രതിബദ്ധമാണ്, അതിന് തയ്യാറായിരിക്കുകയാണ്. भारत सरकार ने टेक्नोलॉजी के माध्यम से सर्विस डिलीवरी को सुदृढ़ करने का संकल्प किया और इसीलिए राष्ट्र के इतिहास में पहली बार पोषण ट्रैकर नाम की एक सुविधा हमने हर आंगनबाड़ी में उपलब्ध कराई. നമ്മളിപ്പോൾ ആധുനിക ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമ്മുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനുള്ള അക്ഷീണമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ പോഷൺ സുവിധ എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ ഒരു രീതിയിൽ ഈ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. पोषण ट्रैकर की सुविधा देने के लिए हमने देश भर की 13,90,000 आंगनबाड़ी में 13,90,000 आंगनबाड़ीज में मोबाइल डिवाइस हर आंगनबाड़ी को मिले इसकी व्यवस्था कर दी है. അതുകൊണ്ട് തന്നെ ഈ പോഷൺ ട്രാക്കർ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രാജ്യത്തെ 14,90,000 വരുന്ന അംഗൻവാടികൾക്ക് അവിടുത്തെ ആ ജീവനക്കാർക്ക് ഈ മൊബൈൽ ഫോൺ അവർക്ക് ലഭ്യമാക്കിക്കൊണ്ട് പോഷൺ ട്രാക്കർ എന്ന് പറയുന്ന പദ്ധതി വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. इस डिवाइस में डेटा भरने के लिए आंगनबाड़ी की बहन को एक्स्ट्रा फाइनेंशियल लाभ भी भारत सरकार मुहैया कराती है. ഈ മൊബൈൽ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് പ്രത്യേകമായ തുക കൂടി അംഗൻവാടി ജീവനക്കാർക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുകയാണ്. दुख के साथ कहना पड़ता है कि अभी भी केरल राज्य में मोबाइल प्रोक्योरमेंट आंगनबाड़ी सर्विसेज को सुदृढ़ करने के लिए बहुत ही धीमी गति से चल रहा है. വളരെ ദുഃഖകരം എന്ന് പറയട്ടെ, ഇപ്പോഴും കേരളത്തിൽ ഈ അംഗൻവാടിയിൽ ആധുനികവൽക്കരണം നടത്തി മൊബൈൽ കൊടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം വളരെ 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 പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു പറയേണ്ടി വരുന്നു. इसीलिए केरल सरकार से 3 सप्ताह पहले मैंने स्वयं ये निवेदन किया कि जब भारत सरकार आंगनबाड़ी सर्विसेज को और भी सशक्त करने के लिए टेक्नोलॉजिकल डिवाइसेस देने का पैसा पूर्णतः केरल राज्य को दे रही है, तो ये सुविधा हमारी आंगनबाड़ी बहनों तक पहुंचाएं ताकि बड़ा बड़ा रजिस्टर लाद के उन्हें एक घर से दूसरे घर घूमने की चिंता और ना करनी पड़े. अपने स्मार्टफोन पर ही वो सारा डेटा उपलब्ध करा के स्मार्टफोन पर ही अपना पूरा काम कर सके. അതുകൊണ്ട് കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ വളരെ വേഗത്തിൽ ഒരു നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ മഹിളാ അംഗൻവാടി ജീവനക്കാർക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് ഫലപ്രദമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വേഗത വർദ്ധിപ്പിക്കണമെന്ന് ഈ കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് ഞാൻ സർക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. टेक्नोलॉजी की एक विशेषता ये भी कि जब बेनिफिशियरी में गैप हो तो उस गैप को आइडेंटिफाई कर सही बेनिफिशियरी तक पहुंचने की व्यवस्था हम कर सकते हैं. ടെക്നോളജിയുടെ ഗുണമെന്ന് പറയുന്നത് തീർച്ചയായും ഇതിൽ ശരിയായ ഗുണഭോക്താവിനെ കണ്ടെത്തി അവർക്ക് ഈ ഗുണം എത്തിച്ചു കൊടുക്കുന്നതിന് സാധിക്കുമെന്നൊരു പ്രത്യേകത ടെക്നോളജിക്കുണ്ട്. जैसे कि केरल में ये मानना था कि 39,531 एडोलेसेंट लड़कियां स्कूल के सिस्टम के बाहर थी और आंगनबाड़ी से जुड़ी थी. കേരളത്തിലെ കണക്കനുസരിച്ച് ഏതാണ്ട് 531 അത്രയും 39,581 കുട്ടികൾ നമ്മുടെ അംഗൻവാടിയുടെ പരിധിക്ക് പുറത്തായിരുന്നു കണക്കനുസരിച്ച്. लेकिन जब इनका वेरिफिकेशन कराया गया, आधार से जब इनको जोड़ा गया, तो ये नंबर घट के 15,658 हो गया. അപ്പോൾ ഇത് ആധാറിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച സമയത്ത് ഇത് 15,681 കുറഞ്ഞതായി കാണാൻ കഴിയുന്നുണ്ട്. इसका मतलब 50% रिडक्शन in the number of girls that were otherwise identified as adolescent and out of school. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ കണക്ക് കാണിക്കുന്നതിന്റെ 50% വരുന്ന കുട്ടികൾ അവരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അംഗൻവാടിയിൽ വഴി ലഭ്യമാകുന്നില്ല എന്നുള്ള കണക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. इसीलिए हमने केरल सरकार से ये निवेदन किया है that the girls who are missing in identification, इनको निश्चित रूप से तीव्र गति से जल्द केरल की सरकार आधार से लिंक करे, टेक्नोलॉजी से लिंक करे, ताकि भारत सरकार की सुविधा
ऐसी एडोलेसेंट गर्ल्स तक पहुंच सके। അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ളത് ഈ നമ്പറുകൾ നഷ്ടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായും കുട്ടികളുടെ ഈ ഒരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ മൊബൈൽ നടപടികൾ പൂർത്തിയാക്കിയാൽ അവരുടെ കൃത്യമായ അംഗസംഖ്യ വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. टेक्नोलॉजी के माध्यम से पूर्ण रूप से आइडेंटिफिकेशन से महिला को कैसे बेनिफिट मिलता है, इसका सबसे अच्छा उदाहरण है प्रधानमंत्री मातृ वंदना योजना। ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എങ്ങനെയാണ് മഹിളകൾക്ക് കൃത്യമായി ആനുകൂല്യം കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. केरल सरकार ने पहले टारगेट रखा था कि केवल 7 लाख गर्भवती बहनों को 6,000 रुपए की भारत सरकार की मातृ वंदना योजना की मदद दिलवाई जाएगी। हमने केरल सरकार से कहा कि भारत सरकार और मोदी सरकार का ये संकल्प है कि अगर टारगेट के बावजूद और भी बहनें हैं जो गर्भवती अवस्था में मदद की दरकार चाहती हैं तो हम मदद देने को तैयार हैं। आप उन्हें टेक्नोलॉजिकली आइडेंटिफाई करके डीबीटी के माध्यम से उन्हें कांटेक्ट करने की व्यवस्था में भारत सरकार की मदद करें। കേരളത്തിന്റെ സർക്കാരിന്റെ ഒരു അവസ്ഥയായിരുന്നു 7 ലക്ഷം വരുന്ന ഗർഭവതികൾക്ക് 6,000 രൂപ വെച്ച് കൊടുക്കുക എന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷേ മോദി ഗവൺമെന്റ് ഭാരത സർക്കാർ കേരള ഗവൺമെന്റിനോട് പറഞ്ഞത് നിങ്ങൾ കണക്കെടുക്കുന്ന സമയത്ത് അത് അതിലധികം 7 ലക്ഷത്തിലധികമാണെങ്കിൽ പോലും കൃത്യമായ സംഖ്യ നിങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് പരിപൂർണമായും ആനുകൂല്യങ്ങൾ കൊടുക്കാൻ ഈ സർക്കാർ പ്രതിബദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. इसका परिणाम ये हुआ, इसका इम्पैक्ट ये हुआ कि एक तरफ पहले केरल की सरकार कह रही थी मात्र 7 लाख का ही टारगेट होगा, बट वी एंडेड अप गिविंग मनी to 9,24,000 women under the Matra Vandana Yojana by giving 6,000 rupees directly into the bank accounts of women who are pregnant. ഈ പറഞ്ഞതിന് ഉണ്ടായ പരിണാമം എന്താണെന്ന് ചോദിച്ചാൽ 7 ലക്ഷം ഗർഭവതികൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ശ്രമഫലമായി അത് വന്നത് 9,24,000 ആ സംഖ്യ വർദ്ധിക്കുകയും അവർക്കെല്ലാം തന്നെ കൃത്യമായി 6,000 രൂപ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. आज अपने उद्बोधन में सर ने दिवंगत वंदना जी का नाम लिया, जिन्होंने अपने कार्यस्थल पर अपने प्राणों की आहुति दी। और मेरे लिए अचंभे की बात यह है कि पुलिस प्रशासन वहां पर व्यवस्थित थी, तब भी एक महिला वर्किंग प्रोफेशनल के प्राण गए। തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ വന്ദന കൊലയപ്പെടുകയുണ്ടായി. ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ അത് ജോലി ചെയ്യുന്ന സമയത്താണ് അത് ജീവൻ നഷ്ടപ്പെട്ടത്. അതിന് ജീവൻ നഷ്ടപ്പെടുമ്പോൾ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു. പോലീസുകാർ ജീവൻ രക്ഷിക്കും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അതല്ല സംഭവിച്ചത്. महिला चाहे कामकाजी हो, महिला चाहे कॉलेज गोइंग हो, महिला सुरक्षा को समर्पित भारत सरकार ने निर्भया फंड के अंतर्गत केरल राज्य में महिला सुरक्षा को सुदृढ़ करने के लिए कई अलग अलग प्रोजेक्ट्स में 100% योगदान दिया है. ജോലി ചെയ്യുന്ന വനിതകളാണെങ്കിലും കോളേജിൽ പോകുന്ന പെൺകുട്ടികളാണെങ്കിലും അവർക്ക് നിർഭയമായി ജോലി ചെയ്യാൻ വേണ്ടുന്നതായ എല്ലാ സുരക്ഷയും ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. आज केरल में 129 वर्किंग विमेन हॉस्टल्स को भारत सरकार मॉनेटरी सपोर्ट दे रही है. आज केरल में 9 स्वधार और उज्ज्वला घर को, जहां पर विमेन विक्टिम्स को सहायता की जरूरत है, उन्हें मॉनेटरी सपोर्ट भारत सरकार दे रही है. ഇന്നിപ്പോ ഭാരത സർക്കാർ 120ഓളം വുമൻസ് ഹോസ്റ്റലുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റ് പലതരത്തിലുള്ള സപ്പോർട്ടും സ്ത്രീ സമൂഹത്തിന് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ഭാരത സർക്കാർ നൽകുന്നുണ്ട്. 891 पर्सनल को विशेष भारत सरकार ने मिनिस्ट्री ऑफ होम अफेयर्स के माध्यम से ट्रेन किया है, ताकि महिला जो साइबर क्राइम की विक्टिम है उसकी मदद ये ट्रेन्ड पर्सनल कर सके. ഏതാണ്ട് 190ഓളം വരുന്ന ആളുകളെ മിനിസ്ട്രി പ്രത്യേകം താല്പര്യമെടുത്ത് സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. केरल राज्य में फोरेंसिक किट्स
उपलब्ध कराए जाएं ताकि सेक्सुअल असॉल्ट केसेस में पुलिस की मदद हो सके। ऐसे 817 फोरेंसिक किट्स भी केरल में पुलिस व्यवस्था में भारत सरकार द्वारा उपलब्ध कराए गए हैं। അതുപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഫോറൻസിക് വേണ്ടി വരുന്ന സഹായങ്ങൾക്ക് ഏതാണ്ട് 117 ഫോറൻസിക് സെന്ററുകളിൽ ഇവിടെ ഭാരത സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. वर्तमान में केरल राज्य में डीएनए एनालिसिस, साइबर फोरेंसिक्स के माध्यम से स्टेट फोरेंसिक लेबोरेटरी में सुदृढ़ व्यवस्था करवाने के लिए भारत सरकार ने विशेष 3,25,00,000 की व्यवस्था अलग से फोरेंसिक साइंस के लिए उपलब्ध कराई है. ഇവിടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഫോറൻസിക് മേഖലയിൽ തന്നെ ഭാരത സർക്കാർ 3,50,00,000 രൂപയുടെ സഹായം നൽകിയിട്ടുണ്ട്. हमारा संकल्प कि भारत के हर पुलिस स्टेशन में महिला हेल्प डेस्क बनाना है. बीएमएस हो या महिला समन्वय हो, जिसमें होने का मुझे सौभाग्य मिला है करीबन 15 वर्षों से. इस संकल्प को हमने फलीभूत किया और आज आपके राज्य में 550 से ज्यादा हेल्प डेस्क विशेष महिला को समर्पित भारत सरकार के सौजन्य से उपलब्ध केरल की बहनों को करवाए गए हैं. ഭാരത സർക്കാരിന്റെ ആവശ്യമാണ് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും മഹിളാ ഡെസ്ക് ഉണ്ടാകണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു കേരളത്തോട്. അതിന്റെ ഫലമായി ഇന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത 515 ഹെൽപ്പ് ഡെസ്കുകൾ സ്ത്രീകൾക്ക് വേണ്ടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. भारत सरकार ने केरल राज्य में महिला को तुरंत न्याय मिले इस व्यवस्था को और सशक्त करने के लिए 52 फास्ट ट्रैक कोर्ट्स की व्यवस्था करके दी है. സ്ത്രീകളുടെ കേസുകളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 52 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ കാര്യത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. बहनों के मध्य से ये भी आवाज उभरी थी कि पुलिस ऑफिसर्स को, इन्वेस्टिगेटिंग ऑफिसर्स को, प्रोसिक्यूशन ऑफिसर्स को विशेष ट्रेनिंग की जरूरत है ताकि वो इन्वेस्टिगेशन में महिला को न्याय दिलवाने में सक्षमता अपनी दिखा सके. മഹിളകളുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രിമിനൽ കേസുകളിൽ സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നതിനാവശ്യമായി ആ തരത്തിൽ ഉള്ള പ്രത്യേകമായ ട്രെയിനിങ് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കേണ്ടതാണ് എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. भारत के इतिहास में पहली बार हर जिले में एवरी डिस्ट्रिक्ट नाउ हैज एन एंटी ह्यूमन ट्रैफिकिंग यूनिट courtesy the Modi government. Every district has an anti-human trafficking unit to help protect women and children. അതായത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഡിസ്ട്രിക്ട് എല്ലാ ജില്ലകളിലും ഈ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന അത്തരത്തിലുള്ള അവരുടെ വഴി തട്ടിക്കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ യൂണിറ്റുകൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. Similarly, हर जिले में वन स्टॉप सेंटर जिसके अंतर्गत एक छत के नीचे मेडिकल, लीगल, पुलिस, सोशो साइकोलॉजिकल काउंसलिंग, ये सब व्यवस्थाएं वन स्टॉप सेंटर के अंतर्गत केरल के हर जिले में भारत सरकार ने मुहैया कराई है. അതുപോലെ തന്നെ സാമൂഹ്യമായി ആരോഗ്യപരമായ സുരക്ഷ ലഭ്യമാക്കുന്ന രീതിയിൽ ചികിത്സയ്ക്കടക്കമുള്ള പദ്ധതികളും ഇത്തരത്തിലുള്ള മേഖലകളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഭാരത സർക്കാർ. इसलिए आज जब केरल में महिलाओं के ऊपर अत्याचार की खबरें आती हैं तो विवश होकर व्यक्ति पूछता है कि जब भारत सरकार की ओर से व्यवस्थाओं को और भी पुख्ता करने की फाइनेंशियल सपोर्ट भेजी जाती है तो क्यों लोकल गवर्नेंस में इंटेंशन की कमी है कि केरल की महिला सुरक्षित हो. ഓരോ സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ അവർക്ക് നേരെയുള്ള അത്യാചാരങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഈ ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്ന്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. आज केरल में समाज का एक वर्ग ऐसा नहीं है जो विकास से अछूता हो भारत सरकार के सौजन्य से. एक उदाहरण आपको देती हूँ. इस मंच पर जो महिलाएं बैठी हैं, हमने जीवन में कभी एक कल्पना नहीं की होगी कि एक ऐसी सरकार आएगी
परिवारों को साल में 5 लाख रुपए की मुफ्त की स्वास्थ्य की व्यवस्था कर देगी। ഇന്നിപ്പോ രാജ്യത്തെ ആകമാനമായി സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരവധിയായ കാര്യക്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ തീർച്ചയായിട്ടും പറയാൻ കഴിയും, കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്ക് വേണ്ടി ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി അടക്കം മുക്തമാക്കാൻ അല്ലെങ്കിൽ ഫ്രീ ആയി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തിരിക്കുകയാണ്. आज भारत सरकार की प्रतिनिधि के नाते, भारतीय जनता पार्टी की कार्यकर्ता के नाते ये मेरा गौरव है कि आपको बतलाऊं, आयुष्मान भारत के अंतर्गत 49 लाख लोगों को प्रदेश में मुफ्त व्यवस्था चिकित्सा की और 4,772 करोड़ रुपया भारत सरकार द्वारा इस राज्य में डिस्ट्रीब्यूट किया गया। ഇന്നിപ്പോ എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി BJPയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിലെ മന്ത്രി എന്ന നിലയ്ക്ക് പറയാൻ കഴിയും, ഈ സംസ്ഥാനത്ത് ഈ ആയുഷ്മാൻ ഭാരതിന്റെ അടിസ്ഥാനത്തിൽ 49 ലക്ഷത്തിലധികം ലക്ഷം കോടി രൂപയോളം 4,772 करोड़ 772 करोड़ इतना पैसा है कि गिनने में प्रॉब्लम हो रही है। അത്രമാത്രം കോടി 47,722 കോടി രൂപയുടെ സഹായമാണ് ഈ ആയുഷ്മാൻ ഭാരതിനോട് ചെയ്തിരിക്കുന്നത്. लोगों का मानना था कि केरल में कम्युनिस्ट की सरकार होगी तो न्याय सबको मिलेगा, लेकिन प्रश्न उठता है, जिन लोगों ने न्याय की बात की उन लोगों ने न्याय पहुंचाया नहीं। इसलिए गौरव है भारतीय जनता पार्टी का कि आर्थिक न्याय पहुंचाने की जिम्मेदारी मोदी सरकार ने उठाई और केरल राज्य में पहली बार भारत के इतिहास में 56 लाख नागरिकों का जनधन का अकाउंट जीवन में पहली बार खुला। കമ്മ്യൂണിസ്റ്റ് സർക്കാർ സത്യത്തിൽ പറയുന്നത് അവര് പാവപ്പെട്ടവന്റെ ഗവൺമെന്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. അവർ പറയുന്നത് മാത്രമാണ്, പ്രവൃത്തി വളരെ വ്യത്യസ്തമായ നിലയ്ക്കാണ്. പക്ഷേ ഭാരതീയ സർക്കാരാണ് ഇതംപ്രദമായി കേരളത്തിൽ 56 ലക്ഷത്തോളം വരുന്ന ജൻധൻ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിന് കാരണമായി തീർന്നിട്ടുള്ളത്. जिन्होंने जीवन भर लाल सलाम कहा, उन्होंने कभी भी गरीब वर्कर को पेंशन की व्यवस्था करके ऐसी नहीं दी जितना कि अटल पेंशन के माध्यम से 9,13,000 बेनिफिशियरीज आज केरल राज्य में भारतीय जनता पार्टी की सरकार ने केंद्र से सुनिश्चित की। അവർ ലാൽ സലാം പറയാറുണ്ട്, പക്ഷേ പെൻഷൻ നൽകുന്നില്ല. ഭാരതത്തിന്റെ സർക്കാർ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് 9,13,000 പേർക്ക് പെൻഷൻ നൽകുകയാണ്, അടൽ പെൻഷൻ. आज चाहे पेंशन की बात करूं, चाहे जनधन की बात करूं या बात करूं इंश्योरेंस की, ये हमारा गौरव है कि राज्य में 16 लाख सब्सक्राइबर सिर्फ प्रधानमंत्री जीवन ज्योति बीमा के बीजेपी की सरकार की वजह से सुनिश्चित हो पाए हैं। അടൽ പെൻഷൻ ആയിക്കോട്ടെ, ജൻധൻ ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, ഏതാണ്ട് 16 ലക്ഷത്തിലധികം ആളുകൾ ഇന്ന് ജീവൻ ജ്യോതി പ്രമാൺമേൽ അതിൽ അംഗങ്ങളായിട്ടുണ്ട്. जिन्होंने वर्षों वर्ष राज किया इस वादे के साथ कि वो गरीब का उत्थान करेंगे, सामाजिक न्याय सुनिश्चित करेंगे, वो लोग केंद्र में भी सत्ता के सहभागी रहे। लेकिन आज ये भारतीय जनता पार्टी की केंद्र की मोदी सरकार है जिसने केरल राज्य के लिए 2 लाख से ज्यादा गरीबों के परिवार के लिए घर सैंक्शन किए और 2.5 लाख से ज्यादा टॉयलेट्स प्रदेश की गरीब जनता के लिए बनाए। ഇവരെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഭരിക്കുമ്പോൾ ഒരു വലിയ വർത്തമാനം പറയാറുണ്ട്. പക്ഷേ അവർ സാധാരണക്കാരുടെ വേദന ഒപ്പിടുന്നതിന് വേണ്ടിയോ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം സേവനങ്ങളെല്ലാം നൽകുന്നത് ഭാരതത്തിന്റെ മോദി സർക്കാരാണ്. കഴിഞ്ഞ ഈ കാലത്തായി കേരളത്തിൽ മാത്രമായി 2000 വീടുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. 5 ലക്ഷം ടോയ്ലറ്റുകളാണ് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തത്. वो जाने जाते थे स्ट्राइक के लिए, वो जाने जाते थे जनता के उत्थान के लिए नहीं बल्कि अपनी पॉलिटिकल डेवलपमेंट के लिए। और आज अगर डेवलपमेंट को नए स्वरूप में परिभाषित किया है तो वो मोदी सरकार ने किस तरह से पुरानी स्कीम मनरेगा में केरल राज्य में 15 लाख से ज्यादा कार्य
ഈ രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവരുടെ ആനുകൂല്യം എത്തിക്കാൻ തയ്യാറാകില്ല. പക്ഷേ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മൻരേഗ പദ്ധതിയിലൂടെ ഏതാണ്ട് 12 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുകയും 2 ലക്ഷം ആളുകളുടെ കയ്യിൽ തൊഴിലെത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. बात शुरू हुई थी भाई साहब के संवाद से जिसमें वायनाड का नाम था अच्छा, और बात उसी से खत्म करती हूँ. ये मेरा सौभाग्य है कि जो आज वायनाड के एमपी हैं उनको उत्तर प्रदेश से मैंने ही रवाना किया था. അദ്ദേഹം തുടക്കത്തിൽ വയനാടിന്റെ പേര് പറയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഉത്തർപ്രദേശിൽ നിന്നാണ് ഈ വയനാട്ടിലേക്ക് പറഞ്ഞയച്ചത്. लेकिन रवाना करने के पीछे कारण क्या था? അദ്ദേഹത്തെ വയനാട്ടിലേക്ക് ഓടിച്ചതിനുള്ള കാരണം എന്താണ്? जब वो वहां के सांसद थे 80% लोगों के पास बिजली नहीं थी. അവിടെ അദ്ദേഹം MP ആയിരുന്നു. ആ സമയത്ത് 70% 80% people had no 80% വരുന്ന ആളുകൾക്ക് അവിടെ വീടുകളിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. जब वायनाड के सांसद अमेठी में थे तो डिस्ट्रिक्ट कलेक्टर का ऑफिस नहीं था. അവിടെ അമേഠിയിൽ അവിടുത്തെ തലസ്ഥാനമായിരിക്കും ജില്ലാ ഹെഡ്ക്വാർട്ടർ ആയിരിക്കെ ജില്ലാ കളക്ടർക്ക് ഓഫീസ് ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे तो अमेठी में फायर स्टेशन नहीं था. അവിടെ ഈ വയനാട്ടിലെ MP അമേഠിയിലായിരുന്നപ്പോൾ അവർ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. അവിടെ जब वायनाड के एमपी अमेठी में थे अमेठी में मेडिकल कॉलेज नहीं था. ഈ വയനാട്ടിലെ MP അമേഠിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे अमेठी के डिस्ट्रिक्ट हॉस्पिटल में डायलिसिस सेंटर नहीं था, एक्सरे मशीन नहीं थी. അവിടെ ഈ MP അവിടെ അമേഠിയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ വയനാട്ടിൽ എക്സ്റേ മെഷീൻ ഉണ്ടായിരുന്നില്ല, ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നില്ല. जब वायनाड के एमपी अमेठी में थे अमेठी में केंद्रीय विद्यालय नहीं था, सैनिक स्कूल नहीं था. ഇവിടെ ഈ MP അവിടെ ഉണ്ടായിരുന്നപ്പോൾ സൈനിക സ്കൂൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ കേന്ദ്ര വിദ്യാലയം ഉണ്ടായിരുന്നില്ല. सैनिक स्कूल नहीं था, केंद्रीय विद्यालय नहीं था, इंडोर स्टेडियम नहीं था. वो गए तो अब ये सब मुमकिन हुआ है. ഇത് അദ്ദേഹം പോയതോടെ എല്ലാം ശരിയായി. अब वो यहाँ रहेंगे तो उसका हाल भी वैसा ही होगा जैसे उन्होंने अमेठी में किया था. इसलिए यहाँ ना रहे उसकी व्यवस्था आप सबको करनी है. ഇവിടെ അദ്ദേഹം ഇരുന്നാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അമേഠിയിലെ സ്ഥിതിയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ ഇരിക്കാതിരിക്കാനുള്ള സംവിധാനം നിങ്ങളാണ് ചെയ്യുന്നത്. आज बीएमएस के राज्य महिला संवेदनशील व्यवस्था में कन्वेंशन में एक विशेष आग्रह, एक विशेष अभिलाषा व्यक्त करती हूँ. ഇന്ന് ഈ വനിതാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ്. ഈ ഒരു അവസരത്തിൽ പ്രത്യേകം ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. मैंने केरल सरकार से निवेदन किया कि जहां पर महिला कंस्ट्रक्शन साइट पर काम करती है, जहां महिला एग्रीकल्चरल लेबर है, जहां अर्बन सेंटर में कामकाजी महिलाओं की संख्या ज़्यादा है, वहां आंगनबाड़ी में गरीब महिलाओं के लिए क्रैश की व्यवस्था की जाए. ഇവിടെ സർക്കാരിനോട് ഞാൻ സർക്കാരിന് മുമ്പായി ആവശ്യപ്പെടുന്നത് കൺസ്ട്രക്ഷൻ മേഖല, അതുപോലെ തന്നെ ഈ കാർഷിക മേഖല, അവിടെ എല്ലാം തന്നെ നഗരപ്രദേശങ്ങളിൽ അതിൻ്റെ അംഗസംഖ്യ വളരെ കൂടുതലായതുകൊണ്ട് പ്രദേശങ്ങളിൽ അംഗൻവാടികൾ തുടങ്ങണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അവിടെ കൃഷി അവിടെ എല്ലാം തന്നെ കൃഷി കുട്ടികളെ നോക്കുന്നതിന് ആവശ്യമായ കൃഷി ഉണ്ടാകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ये व्यवस्था सुदृढ़ हो, इस पर नजर बीएमएस और विशेषकर बीएमएस की बहनों की रहनी चाहिए. ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ ഭാരതീയ വസ്തു സംഘത്തിന്റെ ഭാഗത്തുകൂടി ഉണ്ടാകേണ്ടതാണ്. दूसरा, हमने राज्य की सरकारों से निवेदन किया है, हर जिले में हम राज्य की सरकार को मैन पावर उपलब्ध कराएंगे ताकि भारत सरकार की महिला संबंधी जितनी सारी स्कीम्स हैं वो सारी व्यवस्था एक छत के नीचे प्रदेश की सरकार के माध्यम से जिला में रहने वाली बहनों को मिले. മറ്റൊരു കാര്യം, എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഞങ്ങൾ മനുഷ്യശേഷി കൊടുക്കാൻ തയ്യാറാണ്. അവിടെ എല്ലാം ഒരു കുടക്കീഴിൽ സ്ത്രീ സമൂഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ള ആ തരത്തിലൊരു സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ये मैन पावर वुमन पावर में बदले, इसकी चिंता बीएमएस की महिला की राज्य की इकाई करे. അത് ആ മാൻ പവർ എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾ തന്നെ ആയിരിക്കട്ടെ, അത് തീരുമാനിക്കേണ്ടത് കേരളത്തിലെ BMS ആണ്.
वैसे तो मुरलीधरन जी की वजह से मैं सिर्फ यंगन वंडर सीख सकी हूँ। हाँ, थोड़ा सा ही मलयालम सीख चुकी अच्छा हूँ। മുരളി यंगन वंडर सीख चुकी हूँ। മുരളീധരന്റെ മുഖാന്തരം ചെറിയ ചെറിയ വാക്കുകൾ എങ്ങനെ എന്തെന്നുള്ള ചെറിയ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. वर्कर के नाते प्रॉपर मलयालम मुझे सिखाने की व्यवस्था भी अगर हो तो मेरी कोशिश है आपके अगले कन्वेंशन में अनुवाद की जरूरत ना पड़े, मैं मलयालम में ही बोल सकूं। നിങ്ങൾ എല്ലാ സഹായത്തോടു കൂടി കുറച്ചുകൂടി പഠിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത പ്രാവശ്യം നമുക്ക് മലയാളത്തിൽ ഈ ട്രാൻസ്ലേറ്റർ കൂടാതെ തന്നെ മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിക്കാം. कर्मठ बहनों को एक बार फिर कन्वेंशन में पधारने के लिए और पूर्ण निष्ठा से फील्ड में काम करने के लिए अपनी ओर से अभिनंदन देती हूँ, प्रणाम करती हूँ। जय हिंद, जय भारत। എല്ലാവർക്കും അവരവരുടെ കാര്യശേഷം നന്നായി പണിയെടുക്കാൻ കഴിയട്ടെ. ഈ സമ്മേളനത്തിൽ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.